ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ചെറിയൊരു പരിപാടിയായിട്ടാണ് വന്നത്. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ, ഇത് കോവയ്ക്ക നമ്മൾ തണ്ട് മുറിച്ച് മുളപ്പിച്ച് വെച്ചതാണ് കേട്ടോ. പക്ഷേ വലിയൊരു കോവയ്ക്ക തയ്യന്നുണ്ടായിരുന്നു, പടർന്ന് പന്തലിച്ച് നമ്മൾ അവസാനം അതൊക്കെ മുറിച്ച് കളഞ്ഞ് ഒരുപാട് കഷ്ണങ്ങൾ വാസികൾക്കും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. ഇതൊരു ചെറിയ ടൈപ്പ് കോവയ്ക്കാണ് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ്. ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കൊരു തണ്ട് മാറ്റി വെച്ച് അതാണ് ഈ സാധനം. അപ്പോൾ ഇതൊന്ന് കുഴിച്ചിടുന്നൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. നമ്മൾ ഓൾറെഡി കുഴിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പച്ചക്കറി വേസ്റ്റ്, മുട്ടത്തോടിന് വേസ്റ്റ് അതൊക്കെ നമ്മൾ ആദ്യം ഒരു ചീച്ച് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ മേലെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മണ്ണ് കൂടി നമ്മളിടാം. വേസ്റ്റിൻ്റെ അവിടെ നമ്മുടെ വേരുഭാഗം വരരുത്, അതാണ് ചീഞ്ഞ് പോകും. ഇനി നമ്മൾ ഇതങ്ങ് നട്ടാൽ മതി. പ്രമേഹത്തിനൊക്കെ ഇത് ഔഷധമാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടോ. സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപാട് ആളുകൾ പറയുന്നത് ഇപ്പോൾ കോവയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഷുഗർ പേഷ്യൻസൊക്കെ വിളിക്കും, എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട്. ചിലപ്പോൾ ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന ഒരു കൊച്ചു കൃഷിയായാലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10 രൂപയിൽ നമുക്ക് ലാഭം കിട്ടുമല്ലോ. ഇപ്പോൾ നാളെ മണ്ണൂർ വളവ് പോയപ്പോൾ കോവയ്ക്ക ഒരിത്തിരി വാങ്ങിയിട്ടുള്ളൂ. അതിന് അവർ എന്നോട് വാങ്ങിയത് 48 രൂപയാണ്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ മുളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കമ്പ് വേഗം നടണമെന്ന്, എന്നാലേ എനിക്ക് കോവയ്ക്ക ഉണ്ടാവുള്ളൂ. ഇത്രയേ ഉള്ളൂ. ബൈ.